മുസ്ലിം ലീഗ് കോന്നി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനധികൃത ഖനനം നടത്തുന്ന ചെങ്കളം കോറി ഉടമയുടെ വീടും യാർഡും ഉപരോധിച്ചു. ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KE അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഈ ദുരന്തത്തെ പറ്റി ഈ രാജ്യത്തെ പത്രങ്ങളും മീഡിയാസും കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടും ചലിക്കാത്തൊരു ഗവൺമെന്റാണ് ഈ രാജ്യത്തുള്ളത്. ചലിക്കാത്തൊരു ഉദ്യോഗസ്ഥന്മാരാണ് ഈ രാജ്യത്തുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പാറമട പൊട്ടിക്കുന്നതിന് ഒരുപാട് നിബന്ധനകളും നിയമങ്ങളും ഈ രാജ്യത്തുണ്ട്. ജിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ അതെല്ലാം കാറ്റിപ്പരത്തിക്കൊണ്ട് ഈ ബെഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഉണ്ട്, 10 അടിക്ക് ഒരു ബെഞ്ച് സിസ്റ്റം ഉണ്ട്. അതെല്ലാം പരിഹരിക്കാതെ ഈ അപകടകരമായ നിധിയിലേക്ക് ഈ കോറിയെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഉടമയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതി വരെ പോകും. വക്കീലന്മാരിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഹൈക്കോടതി പോയാലും ഈ പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യിട്ടേ അടങ്ങുള്ളൂ, അല്ലാതെ ഇനി മാറത്തില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഫോറസ്റ്റിന്റെ കുറേയേറെ ഭൂമികൾ ഇവരെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഭൂമി ഫോറസ്റ്റിന്റെ വെട്ടിയെടുത്തു. ഫോറസ്റ്റുകാർ കണ്ടില്ല, ഫോറസ്റ്റുകാർ അറിയുന്നില്ല. അതിനായ ഫോറസ്റ്റുകാരാണ് ഇതിനെല്ലാം കൂട്ടുകൊടുത്തത്. അതുപോലെ തന്നെ റവന്യൂവിന്റെ നല്ല ശതമാനം ഭൂമികൾ ഞാൻ പറയട്ടെ, ഈ മഴക്കാലത്ത് മുഴുവൻ കോടികളും നിർത്തി വെച്ചിട്ടും ഇവിടെ നിർത്തിയിട്ടില്ല. അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുക, ഓരോ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കോറി മരിച്ചവർ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. പാവപ്പെട്ട തൊഴിലാളികൾ 25 ലക്ഷം രൂപ നഷ്ടം കൊടുക്കുവാൻ ഈ കോടിയോട് തയ്യാറാകണം. അവരുടെ കുടുംബത്തിന് ജീവിക്കുവാൻ നിർവാഹമില്ല. അന്നത്തെ പട്ടിണിക്ക് വേണ്ടി മാത്രം വീട് പുലർത്താൻ വന്നു കിടന്ന പാവങ്ങളാണ് ഇവിടെ മരണപ്പെട്ടത്. അവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപയെങ്കിലും കൊടുത്ത് കോടി ഉടമ എന്തിനാണ് കോടാനുകോടി രൂപ സമ്പാദിച്ചില്ലേ? എവിടാണ് കോടിയുടെ നിയമം എന്താണ്? ഈ നടപടികൾ എന്താണ്? മുത്തലൂർ പറഞ്ഞതുപോലെ ഒരു അപകടം നടക്കുന്നെങ്കിൽ പെട്ടെന്ന് വണ്ടികൾ ചെല്ലാനുള്ള വഴികൾ ഇതിന്റെ 2 സൈഡ്, എല്ലാ സൈഡിലും വേണം. അതുപോലെ തന്നെ ഭയാനകമായ ഒരു വെള്ളക്കെട്ട് ഇതിനകത്തുണ്ട്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ കോന്നി ടൗൺ പോലും വെള്ളത്തിലായി. അപാരമായ ഒരു വെള്ളക്കെട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് എത്ര വണ്ടികൾ, എത്ര അന്യ തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട്, എത്ര പേരെ ഇതിനകത്ത് മരിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത് വെച്ചിട്ടറിയിൽ ഇതേ സംഭവത്തിൽ ഒരു കോടി ഉണ്ടായിരുന്നു, ഞങ്ങൾ പൂട്ടിപ്പോയി. വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. അതിനകത്ത് വീഴുന്ന തൊഴിലാളികളുടെ എണ്ണത്തിന്റെ കണക്കില്ല. അനധികൃതമായ ഈ പൊട്ടിയിൽ നിർത്തണം. ഇത് ഞങ്ങൾ അനുവദിക്കത്തില്ല. ജിയോളജി വകുപ്പ്, റവന്യൂ വകുപ്പ്, ഫോറസ്റ്റുകാരും എത്രമാത്രം ഒത്താശ ചെയ്താലും ഇത് പൊട്ടിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കുമ്മണ്ണൂർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സമദ് മേപ്പുറത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തോറും അതിശക്തമായ സമരമുഖത്തേക്ക് കേരളത്തിലെ ജനാധിപത്യ സമൂഹം കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിശക്തമായ നിലപാടുകൾ വരും ദിനങ്ങളിൽ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പ്രിയപ്പെട്ട KE സാഹിബ് സൂചിപ്പിച്ചു, ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാവുമെന്ന്. അത് അടിവരയിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഈ കോറിയുടമയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല. സാധുക്കളായ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊല ചെയ്യപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ, കോറിയുടമയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ കഴിയാതെ പോകുന്ന ഗവൺമെന്റിനും അവർക്ക് ഓശാന പാടുന്ന സംവിധാനങ്ങൾക്കുമെതിരെയാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരം കൊണ്ട് കണ്ണു തുറക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം, നിരവധിയായ കോറികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പ്രദേശങ്ങളുണ്ട്. കോറികളുടെ വലിയ പ്രകേളിയാണ് ചേർത്തിട്ടുള്ളത്. ആ കോറികളിലൊക്കെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിയമലംഘനത്തിനെതിരെയൊക്കെ അതിശക്തമായ നിലപാടുകളിലേക്ക് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്കറിയാം, കോറി ഉൽപ്പന്നങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ആറ്റിലെ മണൽ വാരാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ആറുകൾ മണൽ ലഭ്യത ഏറെ ഉണ്ടായിട്ടും
അത് വാരിയെടുക്കാൻ ഉള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താതെ കോറി മുതലാളിമാർക്ക് വേണ്ടി മണൽവാലിന് പോലും തടസ്സപ്പെടുത്തി നിൽക്കുന്ന സാഹചര്യം ഇവിടെ നിൽക്കുമ്പോ ഏതുവിധനെയും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏത് നിലയിലുള്ള ദുഷ്ലാക്കോടുകൂടിയും ഏത് നിലയിലുള്ള നിയമലംഘനം ഈ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടും മുൻപോട്ട് പോകുമ്പോ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സമരം. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മുത്തലീഫ് ആമുഖ പ്രഭാഷണം നടത്തി. എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എത്ര ഏക്കർ ഭൂമിയുണ്ട്, അവിടെ എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പരിശോധിക്കണമെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ റോഡുകൾ പോലും കയ്യേറിക്കൊണ്ട് അവിടെ വേലി കെട്ടി ആ റോഡിൽ പോലുമുള്ള പാറകൾ നിയമവിരുദ്ധമായി പൊട്ടിച്ചു മാറ്റിക്കൊണ്ടാണ് ഇദ്ദേഹം അവിടെ പാറമട പ്രവർത്തനം നടക്കുന്നത്. കഴിഞ്ഞ താലൂക്ക് സഭയിൽ ഞാൻ ഉന്നയിക്കുകയുണ്ടായി, അവിടുത്തെ ജനങ്ങളുടെ റോഡുകൾ കയ്യേറിയിരിക്കുന്നു. അവർ ഹൈക്കോടതിയിൽ പോയി വിധി വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ റോഡ് അളന്ന് തിട്ടപ്പെടുത്തി ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉടമ അവരുടെ ഗേറ്റ് പൂട്ടിക്കൊണ്ട് റവന്യൂവിന്റെ ഉദ്യോഗസ്ഥന്മാരെയും പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെയും കയറ്റിവിടാതെ കൊണ്ട് നിയമവിരുദ്ധമായുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ആ 2 അതിഥി തൊഴിലാളികൾ മരണപ്പെട്ടു എങ്കിൽ അതിന്റെ പേരിൽ ഈ കോറി ഉടമയുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുവാൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻസലി മുഹമ്മദ്, പാറക്കോട് അൻസാരി, NA നൈസാം, അടൂർ നൌഷാദ്, വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷീന പടിഞ്ഞാറ്റിങ്കര, STU ജില്ലാ പ്രസിഡന്റ് അയൂബ് കുമ്മണ്ണൂർ, നിഷാദ് വായ്പൂർ, അലി മുളന്തറ, കോന്നി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ അഷറഫ് കോന്നി എന്നിവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ് കോന്നി.